വീനസ് സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ പല സംഭവങ്ങൾ നടന്നിരിക്കുന്നു. അതായത് വീനസ് ഇന്റർനാഷണൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഗോൾഡുകൾ ആരോ മോഷണം നടത്താൻ ശ്രമിച്ചതായി വിവരം ലഭിച്ചു. ഓഹോ ശിവ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മളെല്ലാവരും ഇവിടെ കുറച്ചു ദിവസം സമാധാനമായിരിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നേ. നിങ്ങൾ എത്ര വേണമെങ്കിലും തിന്നും കുടിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞു. പക്ഷെ കള്ളനെയും കൊള്ളക്കാരെയും പിടിക്കാൻ പോണെന്ന് പറഞ്ഞ് പുലിവാലുണ്ടാക്കരുത്. ലഡ്ഡു സിംഗ് ഇല്ലാത്തത് എത്ര നന്നായി. ഓക്കെ മുത്തശ്ശി, ഇനി എന്നും ഞാൻ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഞങ്ങൾ എല്ലാരും കൂടി പുറത്ത് കളിക്കാൻ പൊക്കോട്ടെ. തീർച്ചയായും പൊക്കോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ആ കോച്ചിൽ നിന്നും ഒരു കുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഒരു അജ്ഞാത വ്യക്തി തെളിവ് സഹിതം ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നു. നിങ്ങൾ കണ്ടോളൂ. നോക്കൂ, ഈ കാണുന്ന ചെറിയ കുട്ടി. ശിവ, ഞാൻ എന്തൊക്കെയായി കാണുന്നേ? നിന്റെ ഫോട്ടോ എങ്ങനെയാ മോനെ ടിവിയിൽ വന്നത്? എന്തായാലും ആ ലഡ്ഡു സിംഗ് ഇവിടെ ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ അയാൾ ഇപ്പൊ വന്ന് ശിവയെ കൊണ്ടുപോയി. ഓ, പേര് പറഞ്ഞില്ല അപ്പോഴേക്കും വന്നു വീണു. ഒരു 2 ദിവസം സമാധാനമായിരിക്കാന്നും കരുതിയ വീനസ് സിറ്റിയിലേക്ക് വന്നത്. ഇനി ഇവിടെ ആ വേദാ സിറ്റിയെ പോലെ ആക്കണം തനിക്ക്. അല്ല മുത്തശ്ശി, അല്ല 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 അല്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്ന. ശിവ, നീ വേഗം എന്നോടൊപ്പം ഒന്ന് വന്നേ. മേജർ നായക് സാറ് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. എല്ലായിടത്തും ന്യൂസ് പോയിരിക്കുന്നത് നീയും കള്ളന്മാരോടൊപ്പം കൂടിയിട്ടുണ്ടെന്നാണ്. ലഡ്ഡു സിംഗ്, നീ പറയുന്നത് എന്താന്ന് നിനക്കറിയാമോ? ഞാനൊന്നും ചെയ്തില്ല. എന്താ ഇത്? എന്റെ ശിവ, എന്തുമാത്രം കള്ളന്മാരെയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് താനിപ്പോ കള്ളന്മാരുടെ സൈഡിൽ നിൽക്കണെന്നാണോ പറയുന്നത്? എങ്ങനെ പറയാൻ തോന്നുന്നു തനിക്ക്? നിന്റെ കഴിവിനെ കുറിച്ച് നീ ആരോടും ഒന്നും മിണ്ടി പോകരുത് ശിവ. ചെന്നിട്ട് അയാളോട് കാര്യം പറഞ്ഞിട്ട് നീ വേഗം തിരിച്ചു വരണം. ശിവയുടെ മുത്തശ്ശി കുറച്ച് ശാന്തമായിട്ടിരിക്കൂ. ശിവയുടെ ഫോട്ടോ ആർക്ക് വേണമെങ്കിലും ഇടാവുന്നതല്ലേ. വരൂ ലഡ്ഡു സിംഗ് സർ. ശിവ, ഗോൾഡ് ബിസ്ക്കറ്റ് വരുന്ന കൊച്ചിൽ നീ എന്തിനാണ് പോയത്? എനിക്കൊരു സത്യം അറിയണം. ശിവ, ടെൽ മീ സംതിങ്, അല്ലെങ്കിൽ നിനക്ക് കൂടുതൽ പ്രശ്നമുണ്ടാവും. എന്റെ സാറേ, ഈ ശിവനെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത്രയും നല്ല ഓമനത്വമുള്ള നിഷ്കളങ്കമായ ഈ ഒരു കൊച്ചു കുട്ടിയാണോ കള്ളന്മാരുടെ ഒപ്പം നിൽക്കാൻ പോകുന്നത്? ശിവ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാ സത്യങ്ങളും സാറിനോട് പറഞ്ഞേക്ക്. എന്റെ സാറേ, നടന്ന കാര്യം എന്താണെന്ന് ഞാൻ തുറന്നു പറയാം. ശിവ ട്രെയിനിന്റെ വാതിക്കൽ ഇങ്ങനെ നിന്ന് പുറത്തു നോക്കായിരുന്നു. അപ്പോ ഒരുത്തൻ ഏണിക്കൂടി കയറി ലാസ്റ്റുള്ള കോച്ചിൽ പോവുകയായിരുന്നു. അപ്പോ അയാൾ പോകുന്ന വഴിക്ക് ശിവയെ കണ്ടു. ശിവ തന്നെ കണ്ടു എന്നുള്ള ഇതിൽ അയാൾ ശിവയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ശിവ ഓടുന്ന ട്രെയിനിൽ കിടന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഓടുന്ന ട്രെയിനിലായതുകൊണ്ട് ആരും അത് കേട്ടില്ല സാറേ. ശിവയും കൊണ്ടുപോയ കള്ളൻ ലാസ്റ്റ് കോച്ചിലെത്തിയപ്പോൾ അവിടെ ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഗാർഡ്സിനെ കണ്ടത് ശിവയെ അവിടെ ഇട്ടിട്ട് അയാൾ ഓട്ടോ ഓടി സാറേ. അങ്ങനെയാണ് ശിവയുടെ ഫോട്ടോ മീഡിയയിലൊക്കെ വന്നത് സാറേ.